സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചന്ദ്രകല എസ് കമ്മത്ത് എഴുതിയ നോവൽ ഭിക്ഷ, അധ്യായം 18. കുളി കഴിഞ്ഞ് നേർത്ത സ്വർണ്ണക്കസവുള്ള അംഗവസ്ത്രം കൊണ്ട് ചുമരുകൾ പുതച്ച് മേശക്കരികിലിരുന്ന് ബ്രീഫ് കേസിൽ നിറഞ്ഞിരിക്കുന്ന 100 രൂപയുടെ നോട്ടുകെട്ടുകൾ എണ്ണുകയാണ് സദാനന്ദൻ. കമല അടുത്തുള്ള കസേരയിൽ ചെന്നിരുന്നു. അയാൾ ശ്രദ്ധയോടെ നോട്ടുകൾ എണ്ണി തിട്ടപ്പെടുത്തി കണക്കെഴുതുന്നത് അവൾ കൗതുകത്തോടെ നോക്കി. ഭരണകാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന ഒരു ചക്രവർത്തിയുടേത് പോലുള്ള ഗമയും ഗൗരവവും അയാളുടെ മുഖത്ത് കണ്ടപ്പോൾ അവളുടെ ചുണ്ടുകളിൽ നേർത്ത പുഞ്ചിരി പരന്നു. കണക്കെഴുതുന്നതിനിടയിലുള്ള ഏതോ നിമിഷത്തിൽ അയാളുടെ ദൃഷ്ടികൾ അവളുടെ മുഖത്ത് പതിഞ്ഞു. എന്താ നിന്റെ മുഖത്തൊരു ചിരി? വെറുതെ നിങ്ങളുടെ മുഖത്തെ ഗൗരവം കണ്ടപ്പോൾ ചിരി വന്നതാ. പണത്തിന്റെ കാര്യം എന്ന് വെച്ചാൽ ഗൗരവമുള്ള കാര്യം തന്നെയാ. ഇത് ബിസിനസ് കാര്യമാ, അറിയോ? ബിസിനസ് കാര്യം. നീ ചോറും കറിയും വെക്കുന്നത് പോലെയല്ല ഇക്കളി. ബിസിനസ്സിൽ ശ്രദ്ധ തെറ്റിയാൽ പിന്നെ താഴോട്ടാ പോക്ക്, കുത്തനെ താഴോട്ട്. അയാൾ അവളുടെ കവിളിൽ സ്നേഹത്തോടെ തട്ടിക്കൊണ്ട് പറഞ്ഞു. കമല പറഞ്ഞു, ഇത്രയും പണം ഒരുമിച്ച് ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. ഓ. വീട്ടിൽ മാസത്തിന്റെ ആദ്യ ദിവസം ഓഫീസിൽ നിന്ന് വരുമ്പോൾ അച്ഛന്റെ പോക്കറ്റിലുള്ള പേഴ്സ് നിറഞ്ഞിരിക്കും. 100ന്റെ 7 നോട്ടുകൾ അന്ന് ഒരുമിച്ച് കാണാൻ പറ്റും. ഒരു തമാശ കേൾക്കുമ്പോഴുള്ള പുഞ്ചിരിയോടെ അയാൾ പറഞ്ഞു, അതെയോ? എങ്കിൽ ഇപ്പോൾ കണ്ടോളൂ, ഇഷ്ടം പോലെ. ഇപ്പോൾ നീ എന്റെ ഭാര്യയല്ലേ? അയാൾ വീണ്ടും പണം എണ്ണാൻ തുടങ്ങി. ബ്രീഫ് കേസ് അടച്ച് അലമാരിക്കുള്ളിൽ വെക്കവേ അയാൾ പറഞ്ഞു, ഇത് നാളെ വലിയേട്ടനെ ഏൽപ്പിക്കണം. ബിസിനസ്സിൽ ഇറക്കാനുള്ള പണമാണ്. ലാഭം കിട്ടിയാൽ ഇതിന്റെ 4 ഇരട്ടി കിട്ടും. പോയാൽ പോയത് തന്നെ. അയാൾ ലൈറ്റ് അണയ്ക്കാൻ ഭാവിച്ചപ്പോൾ അവൾ ചോദിച്ചു, എവിടെ എനിക്ക് കൊണ്ടുവന്ന സമ്മാനം? ഓയ്, മറന്നുപോയി, കാണിക്കാം. അലമാര തുറന്ന് ഒരു കൊച്ചു പെട്ടി എടുത്തുകൊണ്ടുവന്ന് അയാൾ കമലയുടെ കയ്യിൽ കൊടുത്തു. തുറന്നു നോക്കൂ. ഏതോ ആഭരണമാണെന്ന് പെട്ടി കണ്ടപ്പോഴേ മനസ്സിലായി. അവൾ തുറന്നു നോക്കി. പല നിറത്തിലുള്ള രത്നങ്ങൾ പതിച്ച നെക്ലേസ്. ഇഷ്ടപ്പെട്ടോ? മനോഹരമായിരിക്കുന്നു. നവരത്നങ്ങളാണ് പതിച്ചിരിക്കുന്നത്. എന്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രത്യേകം പറഞ്ഞു ചെയ്യിച്ചത്. ഇതിലെ ഒരു കല്ലിന് തന്നെ എന്താ വില എന്നറിയുമോ? അയാൾ അവളുടെ കവിളിൽ നുള്ളിക്കൊണ്ട് പറഞ്ഞു. അവൾ സ്നേഹത്തോടെ അയാളുടെ മുഖത്ത് നോക്കി. പിന്നെ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, ഒരുപാട് പണം ചെലവായി കാണും. എനിക്കിഷ്ടം പോലെ ആഭരണങ്ങൾ നിങ്ങൾ ഇട്ടു തന്നിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഇതിനു വേണ്ടി പണം ചെലവാക്കണ്ടായിരുന്നു. മണ്ടി. പെണ്ണുങ്ങൾ ആരെങ്കിലും പറയുമോ ആഭരണങ്ങൾ വേണ്ടെന്ന്? വലിയേട്ടത്തിയമ്മ നിന്റെ കഴുത്തിൽ ഇത് കാണാത്ത താമസം. പിന്നെ ഇതിനേക്കാൾ മികച്ച ഒന്ന് വാങ്ങിയേ അവരടങ്ങൂ. അവൾ ചിരിച്ചു. എനിക്കങ്ങനെ ആഭരണങ്ങളോട് വലിയ ഭ്രമമൊന്നുമില്ല. എന്ന് വെച്ച് ഇത് ഇഷ്ടപ്പെട്ടില്ലെന്നല്ല. എന്റെ ഭർത്താവ് വാങ്ങിച്ചു തരുന്നത് എന്തും എനിക്കിഷ്ടമാണ്. പണം ചെലവാക്കണ്ടെന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. അയാൾ അല്പനേരം എന്തോ ആലോചിച്ചുകൊണ്ട് നിന്നു. പിന്നെ പറഞ്ഞു, ഒരു രഹസ്യം പറയട്ടെ, മറ്റാരോടും പറയണ്ട. അവൾ ആകാംക്ഷയോടെ അയാളുടെ മുഖത്ത് നോക്കി. അയാൾ പറഞ്ഞു, ചെറിയമ്മയുടെ വീതത്തിലുള്ള ഏലത്തോട്ടത്തിൽ നിന്നും തെങ്ങും തോപ്പുകളിൽ നിന്നും കിട്ടിയ ആദായത്തിൽ നിന്നെടുത്ത പണം കൊണ്ടാണ് ഇത് വാങ്ങിയത്. നിനക്കറിയോ എത്ര ആദായമാണ് അതിൽ നിന്ന് കിട്ടുന്നതെന്ന്? അതൊക്കെ നമ്മുടെ കയ്യിൽ നിന്നും തെറ്റി പെണ്ണിനെ കെട്ടാൻ പോകുന്നവന് കിട്ടുകയെന്ന് പറഞ്ഞാൽ നമുക്കത് സഹിക്കാൻ പറ്റുമോ? കമലയുടെ മുഖം പെട്ടെന്ന് മങ്ങി. എങ്കിലും സ്നേഹത്തോടെ തന്നെ അവൾ പറഞ്ഞു, എങ്കിൽ ആ ആദായത്തിൽ നിന്നും കുറച്ചെടുത്ത് സീമന്തനിക്കും ഇതുപോലെ ആഭരണങ്ങൾ പണിയിച്ചു കൊടുത്തൂടെ? അവൾക്ക് ആഭരണങ്ങൾ ഒട്ടും തന്നെ ഇല്ല. രഥോത്സവത്തിന്റെ അമ്മ ചെറിയമ്മ വലിയേട്ടത്തി അമ്മയോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചപ്പോൾ കുറച്ച് വളകൾ മാത്രം അവർ കൊടുത്തു. അയാളുടെ മുഖത്ത് അതുവരെ പ്രതിഫലിച്ചിരുന്ന പ്രേമത്തിന്റെ പ്രകാശം ഇരുണ്ടുവന്നു. അയാൾ പറഞ്ഞു, കമലേ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് മറ്റാരുടെയും കാര്യങ്ങൾ എന്നോട് പറയരുതെന്ന്. സീമന്തിനിയുടെ കാര്യമൊക്കെ വലിയേട്ടൻ നോക്കിക്കൊള്ളും. നിങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ ചിന്തിച്ചാൽ കഷ്ടമാണല്ലോ. എന്തോന്ന് കഷ്ടം? വയസ്സുകാലത്ത് അച്ഛൻ കാണിച്ച ഭ്രാന്ത് ഞങ്ങൾ സഹിക്കണമെന്നോ? എങ്കിലും അവൾ നിങ്ങളുടെ സഹോദരിയായി ജനിച്ചു പോയില്ലേ? അവൾക്കും ആഗ്രഹങ്ങളില്ലേ? അവരുടെയൊക്കെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചാലേ നമുക്കത് മനസ്സിലാവൂ. നിന്റെ വേദാന്തമൊന്നും എനിക്ക് കേൾക്കണ്ട. ഇവിടെ മറ്റാർക്കും വിവരമില്ല, നിനക്ക് മാത്രമേ വിവരമുള്ളൂ എന്നാണ് നിന്റെ വിചാരം. സംഭാഷണം ഒരു വഴക്കിന്റെ തുടക്കത്തിലേക്ക് ചെന്ന് വീഴാതിരിക്കാൻ വേണ്ടി അവൾ ഒരു തമാശ കേട്ടാലെന്ന പോലെ ചിരിച്ചു. ഞാൻ എനിക്ക് തോന്നിയത് പറഞ്ഞെന്നല്ലേ ഉള്ളൂ. നിങ്ങളോട് പറയാൻ സ്വാതന്ത്ര്യമുള്ളത് കൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും പിണങ്ങാൻ തുടങ്ങിയോ? പക്ഷേ നല്ല രസമുണ്ട് പിണങ്ങുന്നത് കാണാൻ. അത് കാണാൻ വേണ്ടി ഞാൻ ചിലപ്പോൾ
ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്നു വരും. കാര്യമാക്കരുത്. വലിഞ്ഞു മുറുകാൻ തുടങ്ങിയ അയാളുടെ മുഖഭാവം പെട്ടെന്നലിഞ്ഞു. അയാളും പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതൊന്നുമല്ല, നിനക്ക് ചെറിയമ്മയോട് ചെങ്ങാത്ത അല്പം കൂടുതലാ. സാരമില്ല, അതൊരു തരത്തിൽ നല്ലതിനാണെന്ന് എനിക്ക് തോന്നുന്നു. ആ ചെങ്ങാത്തം ഒന്നുകൂടി മുറുകട്ടെ കേട്ടോ. അയാളുടെ ഉദ്ദേശം എന്താണെന്ന് അവൾ ഊഹിച്ചു. അവൾ മറുപടിയൊന്നും പറഞ്ഞില്ല. നെക്ലേസ് അലമാരയ്ക്കുള്ളിൽ വെച്ച് അവൾ ലൈറ്റ് അണച്ചു. അവളെ ആശ്ലേഷിക്കവേ അയാൾ അവളുടെ ചെവിയിൽ മന്ത്രിച്ചു. ചെറിയമ്മയുടെ പേരിലുള്ള ആദായത്തിന്റെ കാര്യം നിന്നോട് തുറന്നു പറഞ്ഞത് സംഗതിയുടെ ഗൗരവം നീയും മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നീ ഇവിടുത്തെ മരുമകളാണ്. നിനക്കുണ്ടാകാൻ പോകുന്ന മക്കൾക്കും അവകാശപ്പെട്ടതാണ് ഈ ആദായത്തിന്റെ ഒരു ഓഹരി. അത് അന്യാധാനമായി പോകുന്നത് നിനക്കും ഇഷ്ടമാണോ? അല്പനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം അവൾ ആത്മഗതമെന്നോണം പറഞ്ഞു, എന്തോ എനിക്ക് ഈ വക കാര്യങ്ങളൊന്നും ചിന്തിക്കാൻ അറിയില്ല. ചിന്തിക്കാൻ അറിയില്ലെങ്കിൽ ചിന്തിക്കാൻ അറിയുന്നവർ പറയുന്നത് കേട്ട് അതുപോലെ ചെയ്യണം എന്റെ ഭാര്യ. മനസ്സിലായോ? അയാൾ അവളുടെ തല തടവിക്കൊണ്ട് പറഞ്ഞു, ഞാൻ എന്താ ചെയ്യേണ്ടത്? അത് ഞാൻ അന്ന് പറഞ്ഞില്ലേ നിന്നോട്? നീ ചെറിയമ്മയെ എങ്ങനെയെങ്കിലും പറഞ്ഞു വശത്താക്കി കുറെ കടലാസുകളിൽ ഒപ്പിടിയിക്കണം. ബാക്കി കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തോളാം. മുറിയിൽ തങ്ങി നിന്ന ഇരുട്ടിൽ അവളുടെ മുഖം മ്ലാനമാവുന്നത് അയാൾ കണ്ടില്ല. ആ ഒരു വഞ്ചന താൻ ഒരിക്കലും ചെയ്യില്ലെന്ന് അവൾ നേരത്തെ ശപഥം ചെയ്തതാണ്. അത് ഏറ്റുപറഞ്ഞ് അയാളെ പിണക്കേണ്ടെന്ന് കരുതി അവൾ നിശബ്ദയായി കിടന്നതേയുള്ളൂ. അവളുടെ മൗനത്തിന്റെ പൊരുൾ സമ്മതമായിരിക്കുമെന്ന് ധരിച്ച് അയാൾ സ്നേഹത്തോടെ പറഞ്ഞു, ഇത് എനിക്ക് വേണ്ടിയല്ല ഞാൻ പറയുന്നത്, നമുക്ക് വേണ്ടിയാണ്. എനിക്ക് എന്റെ കുടുംബം കഴിഞ്ഞേയുള്ളൂ, മറ്റെന്തും. അല്പനേരം കഴിഞ്ഞ് അയാൾ പറഞ്ഞു, ന്യായമായ സ്ത്രീധനം കൊടുത്ത് പെണ്ണിനെ നമുക്ക് കെട്ടിച്ചുവിടാം. പക്ഷെ ഇക്കാര്യം നടന്നാലേ വലിയേട്ടൻ അവളുടെ കല്യാണക്കാര്യത്തിൽ താല്പര്യം കാണിക്കൂ. കമലയുടെ മനസ്സ് അസ്വസ്ഥമാവുകയായിരുന്നു. ഭർത്താവ് ഏൽപ്പിച്ച ഈ നിയോഗം തനിക്ക് ഒരിക്കലും നിറവേറ്റാൻ പറ്റില്ല. ഈ ഒരു കാര്യത്തിനായി ചെറിയമ്മയെ സമീപിക്കുന്ന കാര്യം ചിന്തിക്കാൻ പോലും നിവൃത്തിയില്ല. നീ എന്താണെന്നും മിണ്ടാത്തത്? എന്താണ് ആലോചിക്കുന്നത്? ഞാൻ അതിനെക്കുറിച്ച് തന്നെ ആലോചിക്കുകയായിരുന്നു. അയാൾ ആഹ്ലാദത്തോടെ പറഞ്ഞു, അപ്പോൾ നീ ആലോചിക്കുവാൻ തുടങ്ങിയല്ലേ? നന്നായി. നീ അത് ശ്രമിക്കണം. ശ്രമിച്ചേ പറ്റൂ. വലിയേട്ടത്തിയമ്മ അതിൽ തോറ്റു പിന്മാറി. നിനക്കൊരു പക്ഷേ അത് സാധിക്കും. മനസ്സ് കനം വെച്ചു വരുന്നത് അവൾ അറിഞ്ഞു. അവൾ ദീർഘമായി നിശ്വസിച്ചു. പ്രഭാത കൃത്യങ്ങൾ കഴിഞ്ഞ് കമല അടുക്കളയിൽ കയറിയ ഉടനെ സീമന്തിനി ചോദിച്ചു, ഏട്ടത്തിയമ്മേ, എന്തായിരുന്നു സദാനന്ദേട്ടൻ കൊണ്ടുവന്ന സമ്മാനം? കമല ചിരിച്ചു. നീ അത് മറന്നില്ല അല്ലേ? അതറിയാനുള്ള ആകാംക്ഷയോടെയാണ് ഞാൻ ഉണർന്നത് തന്നെ. വെറുതെ അറിയാനുള്ള രസത്തിന്. എന്തായിരുന്നു ഏട്ടത്തിയമ്മേ? സാരിയാണോ? ഞാൻ കാണിക്കാം. കമല മുറിയിൽ ചെന്ന് നെക്ലേസ് പെട്ടിയുമായി തിരിച്ചു വന്നു. സീമന്തിനി അത് തുറന്നു നോക്കി. അവളുടെ മുഖത്ത് അത്ഭുതവും കൗതുകവും വിടർന്നു. ഹായ്, എന്തു ഭംഗിയായിരിക്കുന്നു ഏട്ടത്തിയമ്മേ. ഏട്ടത്തിയമ്മയ്ക്ക് ഇത് നല്ലതുപോലെ ഇണങ്ങും. നവരത്നങ്ങളാണത്രേ പതിച്ചിരിക്കുന്നത്. ഓ, നിനക്കിഷ്ടപ്പെട്ടോ? കൊള്ളാം. ഇഷ്ടപ്പെടാതിരിക്കൂ ഇത് ആർക്കെങ്കിലും? ആശയോടെ അവൾ അതിൽ നോക്കിക്കൊണ്ട് സീമന്തിനി പതിഞ്ഞ ശബ്ദത്തിൽ കമലയോട് ചോദിച്ചു, ഒരു ദിവസം എനിക്കും തരാമോ ഏട്ടത്തിയമ്മേ ഇത് കഴുത്തിലിടാൻ? അവളുടെ ശബ്ദത്തിന് ശാന്തതയും എളിമയും ഉണ്ടായിരുന്നു. കമലയ്ക്ക് സങ്കടം തോന്നി. യഥാർത്ഥത്തിൽ ഇതിന്റെ അവകാശി അവളല്ലേ? കമല പറഞ്ഞു, ഇത് നിനക്കുള്ളത് തന്നെയാണ്. എന്നെങ്കിലും ഇത് ഞാൻ നിനക്ക് തരും. അയ്യോ, അങ്ങനെ തരാനല്ല ഞാൻ പറഞ്ഞത്. ഒരു ദിവസം അമ്പലത്തിലോ മറ്റോ പോകുമ്പോൾ ഒന്നിടാൻ തന്നാൽ മതി. ഇത് നിന്റേത് തന്നെയാ എന്ന് വെച്ചോ കുട്ടി. നിനക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ എടുത്തണിയാം. സീമന്തിനിയുടെ മുഖത്ത് സന്തോഷത്തിന്റെ പ്രകാശം പരക്കുന്നത് അവൾ കണ്ടു. കമല മനസ്സിൽ പറഞ്ഞു, പാവം കുട്ടി. ഞായറാഴ്ചകളിൽ സഹോദരന്മാർ 3 പേരും പൂമുഖത്ത് കൂടിയിരുന്ന് ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുക പതിവാണ്. ചെറിയ വാക്കുതർക്കങ്ങളും പരസ്പരം കുറ്റപ്പെടുത്തലും ഒക്കെ ഉണ്ടാവുന്നത് കമല കേൾക്കാറുണ്ട്. 3 പേരും സ്വാർത്ഥരാണ്. സ്വരച്ചേർച്ചയില്ലായ്മ പലപ്പോഴും പ്രകടമാകുന്നുണ്ട്. ആദായത്തിന്റെ കണക്കിൽ 3 പേരും പരസ്പരം കബളിപ്പിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. വലിയേട്ടത്തിയമ്മ കാണെ നെക്ലേസ് ഉടനെയൊന്നും കഴുത്തിൽ അണിയണ്ടെന്ന് അദ്ദേഹം ഇന്നലെ പ്രത്യേകം പറഞ്ഞു. വലിയേട്ടൻ അറിഞ്ഞാൽ ഉടനെ അതിന്റെ കണക്ക് ബോധ്യപ്പെടുത്തേണ്ടി വരുമത്രേ. ചെറിയമ്മയെ വഞ്ചിച്ച് സ്വത്ത് കൈക്കലാക്കുന്ന കാര്യത്തിൽ മാത്രം 3 പേരും അഭിപ്രായ വ്യത്യാസമില്ല. അക്കാര്യത്തിൽ മാത്രം ഒറ്റക്കെട്ടായി നിൽക്കുകയാണവർ. സീമന്തിനിക്കു വേണ്ടി കല്യാണാലോചനകളുമായി വന്ന ദല്ലാൾ കയറി വന്നപ്പോൾ 3 പേരും പൂമുഖത്തുണ്ടായിരുന്നു. നനച്ചുണക്കിയ തുണി തേച്ചു മടക്കിക്കൊണ്ട് തളത്തിൽ നിൽക്കുകയായിരുന്നു കമല. പൂമുഖത്ത് നടക്കുന്ന സംസാരം അവൾക്ക് കൃത്യമായി കേൾക്കാമായിരുന്നു.
ദല്ലാൽ വന്നു കയറിയ ഉടനെ പറഞ്ഞു. ഇവിടുന്ന് യാതൊരു വിവരവും അറിയിക്കാത്തത് കൊണ്ടാണ് ഞാൻ എന്റെ തിരക്കിനിടയിൽ ഓടി വന്നത്. അതിന് താൻ ഇവിടെ വന്ന് വിവരമറിയാമെന്ന് പറഞ്ഞിട്ടല്ലേ പോയത്? വലിയേട്ടന്റെ ശബ്ദം. എന്ന് വെച്ചാൽ എനിക്ക് നിന്ന് തിരിയാൻ സമയമുണ്ടോ? കല്യാണപ്രായമായ ചെറുപ്പക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയല്ലേ ഭൂമി. നാടുകൾ തോറും ഓടി നടക്കിയല്ലേ ഞാൻ. എനിക്ക് പ്രയോജനം വല്ലതും ഉണ്ടായിട്ടാണോ? ഒരു സേവനമാവട്ടെ എന്ന് കരുതി, ദല്ലാൽ പറഞ്ഞു. അത് ശരി, സേവനമാണല്ലേ. വിവാഹം നടത്തിക്കൊടുത്താൽ സ്ത്രീധനത്തിന്റെ 5% ഇരുകൂട്ടരും തനിക്ക് കമ്മീഷൻ തരണമെന്ന് വ്യവസ്ഥയാണെന്നാണല്ലോ ഞാൻ കേട്ടത്. സേതുവേട്ടൻ പറയുന്നത് കേട്ടു. അതോ, അത് കമ്മീഷനായിട്ടല്ല, എല്ലാവരുടെയും സന്തോഷത്തിന് ഒരു ദക്ഷിണയായി വാങ്ങുന്നതല്ലേ ദല്ലാൽ. സദാനന്ദൻ പതിഞ്ഞ ശബ്ദത്തിൽ തമാശ പറയുന്നതും എല്ലാവരും ഉറക്കിച്ചിരിക്കുന്നതും കേട്ടു. ചിരിയുടെ അവസാനത്തിൽ ദല്ലാൽ ചോദിക്കുന്നത് കേട്ടു. എന്തായി ജാതകകാര്യം? ഏതിനാണ് പൊരുത്തം? ഇരുകൂട്ടർ എന്നെ വഴി നടക്കാൻ സമ്മതിക്കുന്നില്ല. അവർക്ക് ഉടനെ വിവരം അറിയണം. ഇവിടുന്ന് പെണ്ണിന്റെ ജാതകം അന്ന് കുറിച്ചു തന്നിരുന്നെങ്കിൽ ഇതിനകം ഞങ്ങൾ അങ്ങ് പൊരുത്തം നോക്കിച്ച് സംഗതി റെഡിയാക്കിയേനെ. കമല വലിയേട്ടന്റെ മറുപടി എന്തെന്നറിയാൻ ചെവിയോർത്തു നിന്നു. വലിയേട്ടൻ പറഞ്ഞു, സംഗതി റെഡിയാക്കാനൊന്നുമില്ല. പെൺകുട്ടിയുടെ ജാതകത്തിൽ ദോഷമുണ്ട്. താൻ കൊണ്ടുവന്ന 4 അവളുടേതുമായി പൊരുത്തപ്പെടുന്നില്ല. ജാതകം നല്ലതുപോലെ പൊരുത്തപ്പെട്ട് കിട്ടാതെ കല്യാണം നടത്തുന്ന പ്രശ്നമേ ഇല്ല. ഓഹോ, അങ്ങനെയാണോ? ഇക്കണക്കിന് പെണ്ണിനു വേണ്ടി ചെക്കനെ അന്വേഷിച്ച് നിങ്ങൾ കുഴഞ്ഞു പോകുമല്ലോ. നിങ്ങൾ ആ ഗ്രഹനില ഇങ്ങ് കുറിച്ചു തരീൻ. അതിനു പറ്റിയ ജാതകക്കാരനെ ഞാൻ അന്വേഷിച്ച് കൊണ്ടുവരാം. ഓ, താൻ അതിന് മെനക്കെടണ്ടോ? ഞങ്ങൾ അത് അന്വേഷിക്കുന്നുണ്ട്. കിട്ടാതെ വരുമ്പോൾ തന്നോട് പറയാം. അയാൾ യാത്ര പറഞ്ഞ് ഇറങ്ങിപ്പോയി. വലിയേട്ടൻ തളത്തിലൂടെ നടന്ന് കോണിപ്പടികൾ കയറിപ്പോകുന്നത് കണ്ടു. അല്പസമയം കഴിഞ്ഞ് സേതുവേട്ടനും സ്വന്തം മുറിയിലേക്ക് പോയി. കമല പൂമുഖത്ത് കടന്നു. സദാനന്ദൻ പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ ചോദിച്ചു, സീമന്തിനിയുടെ ജാതകത്തിൽ എന്താ ദോഷമുണ്ടെന്ന് വലിയേട്ടൻ പറയുന്നത് കേട്ടു. ഉള്ളതാണോ? അയാൾ പേപ്പർ മടക്കി വെച്ച് കോട്ടുവായിട്ട ശേഷം അവളുടെ മുഖത്ത് ദൃഷ്ടികളൂന്നി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. ദോഷമുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. വലിയേട്ടൻ അയാളോട് കള്ളം പറഞ്ഞതല്ലേ? അപ്പോൾ പൊരുത്തം നോക്കിച്ചില്ലായിരുന്നോ? അയാൾ അവളെ നോക്കി ചിരിച്ചു. വലിയേട്ടനല്ലേ പുള്ളി. ചെറിയമ്മ സ്വത്ത് എഴുതി തരുന്നത് വരെ പെൺകുട്ടിയുടെ ജാതകത്തിൽ ദോഷം കാണും. മറ്റൊരു ജാതകവുമായി പൊരുത്തപ്പെടുകയുമില്ല, തീർച്ച. ഇതെന്തോ അക്രബുദ്ധി എന്നോർത്ത് അത്ഭുതപ്പെട്ട് കമല മിഴിച്ചു നിന്നു. അധ്യായം 19. തേക്കുംകാട് മഠം വീണ്ടും ബന്ധുക്കളെ കൊണ്ട് നിറഞ്ഞു. സദാനന്ദന്റെ അച്ഛന്റെ ശ്രാദ്ധമാണിന്ന്. കൊച്ചച്ഛന്മാരും വിവാഹിതരായി പോയ പെൺമക്കളും അവരുടെ കുടുംബാംഗങ്ങളുമൊക്കെ എത്തിയിട്ടുണ്ട്. ഇവിടെ ശ്രാദ്ധം ഉത്സവമാണെന്ന് കമലയ്ക്ക് തോന്നി. പെണ്ണുങ്ങളെല്ലാം തളത്തിൽ പഞ്ചായത്ത് കൂടിയിരിക്കുകയാണ്. കമലയ്ക്ക് അവരുടെ പൊങ്ങച്ചം പറച്ചിലുകൾ ഒട്ടും ദഹിക്കുകയില്ല. അതുകൊണ്ട് അല്പനേരം അവരുടെ ഇടയിലിരുന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് അടുക്കളയിൽ ജോലിയുണ്ടെന്ന് പറഞ്ഞ് അവൾ എഴുന്നേറ്റ് പോയി. സീമന്തിനി അടുക്കളയിൽ തന്നെയാണ്. പാചകത്തിന് പ്രത്യേകം പാചകക്കാരെ വെച്ചിട്ടുണ്ടെങ്കിലും അവൾക്ക് വിശ്രമമില്ലാത്ത ജോലി തന്നെ. ചെറിയമ്മയുമുണ്ട് അടുക്കളയിൽ. അവർ പാചകക്കാർക്ക് ഓരോ നിർദ്ദേശം കൊടുക്കുന്നത് കണ്ടപ്പോൾ കമലയ്ക്ക് അത്ഭുതം തോന്നി. പഴയ ചെറിയമ്മയെ അല്ല ഇപ്പോൾ. എന്തൊരു ചുറുചുറുക്ക്! കമല അടുത്തെത്തിയപ്പോൾ അവർ പറഞ്ഞു, കിഴവന്റെ ശ്രാദ്ധമല്ലേ? എന്തൊക്കെയായാലും എന്റെ കഴുത്തിൽ താലി കെട്ടുകയും ഒരു കുഞ്ഞിനെ ജനിപ്പിക്കുകയും ചെയ്ത ആത്മാവല്ലേ. ഇപ്പോഴത്തെ പാചകക്കാർക്ക് ശുദ്ധവും അശുദ്ധവും ഒന്നുമില്ല. ഒക്കെ ശുദ്ധമായിട്ട് ചെയ്താലേ പിതൃക്കൾ അന്നം സ്വീകരിക്കൂ. അതുകൊണ്ടാ ഞാൻ ഇവിടുന്ന് മാറാതെ ഓരോന്ന് പറഞ്ഞു ചെയ്യിക്കുന്നത്. കമല അവർ സംസാരിക്കുന്നത് കേട്ടുകൊണ്ടിരുന്നു. ചെറിയമ്മയെ കണ്ടാൽ വിവാഹം കഴിഞ്ഞെന്ന് പോലും ഇപ്പോൾ തോന്നുകയില്ല. അവരാകെ ഒന്ന് മിനുങ്ങിയിട്ടുണ്ട്. തലമുടി ചീകിയൊതുക്കി പിന്നിൽ കെട്ടിവെച്ചിരിക്കുന്നു. അവർ ചിരിച്ചുകൊണ്ട് കമലയുടെ ചെവിയിൽ പറഞ്ഞു, കിഴവൻ കാക്കയായിട്ട് ഇന്ന് പറന്നെത്തും. ബലിച്ചോറ് അശുദ്ധമാവരുതല്ലോ. കൊത്തി തിന്നാൻ ശുദ്ധമായ ചോറും കറികളും വായസ ബലിയായി വെക്കണ്ടേ? ഒന്നുമില്ലേലും എന്റെ പേരിൽ പാതി സ്വത്ത് എഴുതി തന്നിട്ടല്ലേ പോയത്. എന്റെ ഈ ജന്മത്തിന്റെ വിലയായിട്ട് അത്രയുമെങ്കിലും ചെയ്തല്ലോ. കമല ചിരിച്ചുകൊണ്ട് ചോദിച്ചു, അച്ഛൻ കാക്കയായിട്ട് വന്നാൽ തിരിച്ചറിയുമോ ചെറിയമ്മ? പിന്നില്ലേ, കാക്കകൾ എത്തട്ടെ, ഞാൻ കാണിച്ചു തരാം ഏതാ നിന്റെ അമ്മായി അച്ഛനെന്ന്. അവരും ചിരിച്ചുകൊണ്ട് പറഞ്ഞു.
പടിഞ്ഞാറേ മുറ്റത്ത് നിന്ന് തടിച്ച വിറക് കഷ്ണങ്ങൾ കോടാലി കൊണ്ട് കീറി ചെറിയ ചീളുകളാക്കിയാണ് രാമദാസൻ. അയാളാകെ വിയർത്തൊലിച്ചിട്ടുണ്ട്. കമലയെ കണ്ടപ്പോൾ അയാൾ ചിരിച്ചു. കമല പറഞ്ഞു, രാമദാസേട്ടന് ഇന്നിതാണോ ജോലി? പാചകക്കാര് പറഞ്ഞു കീറിയിടാൻ. പാചകക്കാരൻ രാമദാസനെ കൊണ്ട് വേല ചെയ്യിക്കുന്നത് കമല ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്. അവൾ പറഞ്ഞു, വയ്യെങ്കിൽ അവിടെ ഇട്ടേച്ചു പോ രാമദാസേട്ടൻ. വലിയ അടുപ്പല്ലേ, ഈ വലിയ വിറക് കത്തിക്കോളും. ഇങ്ങനെ കൊത്തിക്കീറണമെന്നൊന്നുമില്ല. അയ്യോ, ഇന്ന് എന്റെ അമ്മാവൻ വരും കാക്കയായിട്ട്. പറഞ്ഞാൽ അനുസരിച്ചില്ലെങ്കിൽ അമ്മാവന് ദേഷ്യം വരും. എനിക്ക് പേടിയാ, അയാൾ പറഞ്ഞു. ചെറിയമ്മ എന്തോ ആവശ്യത്തിനായി പടിഞ്ഞാറേ മുറ്റത്തെത്തിയപ്പോൾ കമല പറഞ്ഞു, ഈ പാവത്തിനെ കൊണ്ട് ഇവിടെയുള്ളവർ മാത്രമല്ല, ഇവിടെ വേല ചെയ്യാൻ വരുന്നവർ പോലും പണിയെടുപ്പിക്കും. ചെറിയമ്മ ചോദിച്ചു, എന്താപ്പോ ഉണ്ടായത്? പാചകക്കാര് പറഞ്ഞത്രേ വിറക് കീറി ചീളുകളാക്കി ഇടാൻ. എന്തു പറയാനാണ്, ഇത് വേറൊരു തലയിലെടുത്ത്. ചെറിയമ്മ അടുക്കള മുറ്റത്ത് നിന്ന് പാചകക്കാരോടായി ദേഷ്യത്തിൽ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ രാമദാസനോട് വിറക് കീറിയിടാൻ പറഞ്ഞു അല്ലേ? ബുദ്ധിയില്ല എന്ന് കരുതി അവൻ ഇവിടുത്തെ അനന്തരവനല്ലാതാകുമോ? പിന്നെ അവർ രാമദാസനോടായി പറഞ്ഞു, രാമദാസ, അതവിടെ ഇട്ട് ചെന്ന് കുളിച്ച് ഒന്ന് വൃത്തിയായി നടക്ക്. കോടാലി താഴെയിട്ട് അയാൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഇന്നെന്റെ അമ്മാവൻ വരുമോ ചെറിയമ്മായി കാക്കയായിട്ട്? അതല്ലേ പറഞ്ഞത് കുളിച്ച് വൃത്തിയായിട്ട് നടക്കാൻ. ഇന്നിനി ആര് പറഞ്ഞാലും ജോലിയൊന്നും ചെയ്യണ്ട കേട്ടോ. വലിയേട്ടൻ പറഞ്ഞാലോ? ആര് പറഞ്ഞാലും ചെയ്യണ്ട, വയ്യെന്ന് പറയണം. അയ്യോ, എനിക്ക് പേടിയാ, എനിക്ക് വയ്യ തല്ലുകൊള്ളാൻ. അയാൾ കണ്ണുകൾ വികസിപ്പിച്ച് പുരികങ്ങൾ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു. പിന്നെ ചായ്പിന്റെ നേർക്ക് നടന്നു. പാവം പാവം. ചെറിയമ്മ അയാൾ നടന്നു നീങ്ങുന്നത് നോക്കി പറഞ്ഞു. പിന്നെ പെട്ടെന്നെന്തോ ഓർത്തിട്ടെന്ന പോലെ അവർ പറഞ്ഞു, ഓ, അത്യാവശ്യമായിട്ട് ചാവടിയിൽ പോകാൻ ഇറങ്ങിയതാ. നല്ല മൂർച്ചയുള്ള കത്തിയുണ്ട് കട്ടിൻ കീഴില്. അതെടുക്കാനായിട്ട് ഇറങ്ങിയതാ. ഇവിടെ വന്നപ്പോൾ അക്കാര്യം അങ്ങ് മറന്നുപോയി. പച്ചക്കറികളൊക്കെ അരിയാൻ ഒന്നാം തരം കത്തിയ, യന്ത്രത്തിലിട്ട പോലെ അരിഞ്ഞിങ്ങ് വരും. അവർ ചാവടിയുടെ നേർക്ക് നടക്കാൻ തുടങ്ങി. മുന്നോട്ട് അല്പം നടന്നു കഴിഞ്ഞ് അവർ പെട്ടെന്ന് തിരിഞ്ഞു വന്ന് കമലയെ വിളിച്ചു. കമലയും കൂടി വരും എന്റെ കൂടെ. കമല അവരുടെ അടുത്ത് ചെന്നു. അവർ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, ചാവടി മുറ്റത്തെ മാഞ്ചുവട്ടിൽ നിൽപ്പുണ്ട് ഒരു കഴുകൻ. ഒറ്റയ്ക്ക് അങ്ങോട്ട് പോകാൻ എനിക്ക് പേടിയാവുന്നു. കമല ചെറിയമ്മയുടെ കൂടെ ചാവടിയിലേക്ക് നടന്നു. പതിയെ മാഞ്ചുവട്ടിലേക്ക് ദൃഷ്ടികൾ അയച്ചു. സ്വർണ്ണപ്പല്ല് വെച്ച കൊച്ചച്ഛനാണ്. അയാളുടെ നോട്ടം ചെറിയമ്മയിൽ തുളച്ചു കയറുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി. കമലയെ കണ്ടപ്പോൾ അയാൾ പല്ലുകൾ കാട്ടി ചിരിച്ചു. എന്തു പറയുന്നു സദാനന്ദന്റെ ഭാര്യ? നാട്ടിലൊക്കെ പോകാറുണ്ടോ? അച്ഛനും അമ്മയ്ക്കും ഒക്കെ സുഖം തന്നെയോ? ഇപ്പോഴൊന്നും പോയില്ല, എഴുത്തു വരാറുണ്ട്, വിശേഷമൊന്നുമില്ല. ചാവടിയിൽ കയറവേ അവൾ പറഞ്ഞു. അകത്തെത്തിയപ്പോൾ ചെറിയമ്മ സ്വരം താഴ്ത്തി പറഞ്ഞു, ഇയാൾ ഈ ചാവടി മുറ്റത്ത് നിന്ന് കറങ്ങുന്നത് കൊണ്ടാ ഞാൻ അവിടെ അടുക്കളയിൽ തന്നെ കഴിയാമെന്ന് വെച്ചത്. കഴുകനാ അയാൾ, കഴുകൻ. ഇയാളാണ് അന്ന് എന്നോട് പോഴത്തം പറഞ്ഞത്. വൃത്തികെട്ടവൻ. അയാൾ കിഴവനാണെങ്കിലും സ്ഥാനം കൊണ്ട് ഞാൻ അയാളുടെ ഏട്ടത്തിയമ്മയല്ലേ. ഇവിടെ വന്നാൽ ഞാൻ ഉള്ളിടത്തിങ്ങനെ കറങ്ങി കറങ്ങി നിൽക്കും ശവം. ചെറിയമ്മ ഒറ്റയ്ക്കിങ്ങ് പോരണ്ട. എനിക്കും കൊച്ചച്ഛന്റെ നോട്ടം കണ്ടപ്പോൾ പേടി തോന്നി. കട്ടിൽ കീഴിൽ നിന്നും കത്തിയെടുത്ത് അവർ പുറത്തിറങ്ങി. അപ്പോഴും അയാൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. കമല അയാളെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്ത് ചെറിയമ്മയുടെ പിന്നാലെ നടന്നു. ഊണ് കഴിഞ്ഞ ഉടനെ എല്ലാവരും യാത്ര പറഞ്ഞു പിരിഞ്ഞു. വലിയേട്ടത്തിയമ്മ കുട്ടികളെ ബോർഡിങ്ങിലാക്കാൻ കാറിൽ കയറിപ്പോയി. വീടിനകം വീണ്ടും നിശബ്ദമായി. സന്ധ്യയ്ക്ക് തുളസിത്തറയിൽ ദീപം കത്തിച്ച് തൊഴുത് സീമന്തിനിയും കമലയും പുറംതിണ്ണയിലിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ അവരെ അന്വേഷിച്ച് ചെറിയമ്മയും എത്തി. തിണ്ണയുടെ ഒരറ്റത്ത് ഇരിക്കവേ അവർ പറഞ്ഞു, അങ്ങനെ ഈ വർഷത്തെ ശ്രാദ്ധവും കഴിഞ്ഞു. വർഷവും 10 കഴിഞ്ഞു ഇവളുടെ അച്ഛൻ മരിച്ചിട്ട്. അവർ അന്വേഷിച്ചു, എവിടെ പോയി മൂത്തവള്? വലിയേട്ടത്തിയമ്മ മക്കളെ ബോർഡിങ്ങിലാക്കാൻ പോയി. അവളുടെ ഒരു ബോർഡിങ്. ഈ കുട്ടികൾക്ക് അവസാനം വീടിനോട് ഒരു സ്നേഹവും കാണില്ല, അച്ഛനമ്മമാരോട് പോലും അടുപ്പം കാണില്ല. അല്ലെങ്കിൽ കമല നോക്കിക്കോ, അവധിക്കാലത്ത് പോലും വീട്ടിൽ നിർത്താതെ ഒരു പഠിത്തം. അത് ശരിയാണ് ചെറിയമ്മേ, എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്, കമല പറഞ്ഞു. അന്ന് കടലാസിൽ ഒപ്പിട്ട് കൊടുക്കില്ലെന്ന് പറഞ്ഞ നിമിഷം മുതൽ അവൾ എന്റെ മുഖത്ത് നോക്കാറില്ല, ചെറിയമ്മ സ്വരം താഴ്ത്തി പറഞ്ഞു. സീമന്തിനി തുളസിത്തറയിൽ കത്തുന്ന ദീപത്തിൽ മിഴികൾ നട്ട് എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറിയമ്മ അവളെ തന്നെ നോക്കി കുറേ നേരം ഇരുന്നു. പിന്നെ പറഞ്ഞു,
ഒന്ന് ഓർക്കൂ കമലേ, ഇന്ന് തറവാട്ടിൽപ്പെട്ടവരെല്ലാം ഇവിടെ വന്നിരുന്നില്ലേ? ആ പെൺമക്കളാവട്ടെ കൊച്ചന്മാരാവട്ടെ സീമന്തിനിയെ കല്യാണം കഴിപ്പിച്ചയക്കേണ്ട കാര്യത്തെക്കുറിച്ച് സംസാരിച്ചോ? ഇല്ല, എല്ലാവർക്കും അവരവരുടെ കാര്യം. ഒരു ദല്ലാൾ വന്നു പോയിട്ട് പിന്നെ ഒരു വിവരവുമില്ല. കമല പറഞ്ഞു. ദല്ലാൾ വന്നിരുന്നു ചെറിയമ്മേ. സീമന്തിനിയുടെ ജാതകത്തിൽ എന്തോ ദോഷമുണ്ടെന്നും ഒരു ജാതകവുമായി പൊരുത്തപ്പെടുന്നില്ലെന്നും വലിയേട്ടൻ അയാളോട് പറയുന്നത് കേട്ടു. ഓ, അവർ അമ്പരപ്പോടെ ചോദിച്ചു. അവരുടെ മുഖഭാവം പെട്ടെന്ന് മാറി വരുന്നത് കണ്ടു. മുഖത്തെ രക്തച്ചവി കുറഞ്ഞു വരുന്നത് പോലെ അവർ പറഞ്ഞു. അത് കള്ളമായിരിക്കും കമലേ. അവൾ എന്നോട് പറഞ്ഞില്ലേ, സ്വത്ത് എഴുതി കൊടുത്തില്ലെങ്കിൽ പെണ്ണ് കന്യകയായി നിൽക്കുകയുള്ളൂ എന്ന്. അവർ പകരം വീട്ടുകയായിരിക്കും. കമല മറുപടി ഒന്നും പറഞ്ഞില്ല. സീമന്തിനി പറഞ്ഞു. അമ്മയ്ക്ക് എന്താണ് ഇത്ര ധൃതി എന്നെ വിവാഹം കഴിപ്പിച്ചയക്കാൻ? വിവാഹം നടത്തിയില്ലെങ്കിൽ വേണ്ട, ചെറിയമ്മ ദേഷ്യത്തോടെ പറഞ്ഞു. എങ്കിൽ കിടന്നോ ഇവിടുത്തെ അടുക്കളയില്, ചായ്പിലും ചാവടിയിലും ഏട്ടത്തിയമ്മമാരുടെ ഉറക്കറയിലും ആഹാരവും കൊണ്ട് നടന്നു വേലക്കാരിയെ പോലെ. അമ്മ ഇങ്ങനെ ബഹളം വെച്ചതുകൊണ്ട് വല്ല പ്രയോജനവുമുണ്ടോ? സീമന്തിനി ചോദിച്ചു. കമല ശാന്തസ്വരത്തിൽ പറഞ്ഞു. ചെറിയമ്മ വിഷമിക്കേണ്ട, എല്ലാത്തിനും ഒരു സമയമുണ്ടെന്നല്ലേ. സമയമാകുമ്പോൾ ഇതും അങ്ങ് നടക്കും. ജയേട്ടത്തിയമ്മ ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചതായി ഫോൺ വന്നു. പേറ്റുകുല കഴിഞ്ഞതിന്റെ പിറ്റേന്ന് തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ വിപുലമായ തോതിൽ പൂജകളും അന്നദാനവും മറ്റും സേതുവേട്ടൻ നടത്തി. നാട്ടിൻ പുറത്തുള്ള എല്ലാ വീടുകളിലും മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തു. തേക്കുംകാട് മഠത്തിൽ ഒരു പുതിയ അംഗം ജനിക്കുമ്പോൾ അത് പതിവുള്ളതാണത്രേ. 2 മാസം തികയുന്നതിനു മുമ്പ് തന്നെ സേതുവേട്ടൻ ജയേട്ടത്തിയമ്മയെയും കുട്ടിയെയും വിളിച്ചുകൊണ്ടുവന്നു. ജയേട്ടത്തിയമ്മ അടിക്കടി ഫോൺ ചെയ്ത് പറഞ്ഞതുകൊണ്ടാണ് വിളിച്ചു കൊണ്ടുവന്നത്. വീട്ടിൽ പോയാൽ വേഗം തിരിച്ചു വരാൻ മടിക്കുന്ന അവർ ഇക്കുറി ധൃതി കാണിച്ചതെന്തിനെന്ന് എല്ലാവരും അതിശയിച്ചു. ജയേട്ടത്തിയമ്മയുടെ പെരുമാറ്റത്തിൽ ചെറിയ മാറ്റങ്ങൾ കമല ശ്രദ്ധിച്ചു. അധികം സംസാരിക്കുന്നില്ലെങ്കിലും എല്ലാവരോടും ഒരു പ്രത്യേക അടുപ്പം അവർ കാണിക്കുന്നുണ്ട്. ഒരു അമ്മയാകാൻ കഴിഞ്ഞതിന്റെ സന്തോഷം കൊണ്ടാവാം അത് എന്ന് കമല ഊഹിച്ചു. വെള്ളയിൽ ഇളനില ലേസ് വെച്ച് പിടിപ്പിച്ച ഉടുപ്പിനുള്ളിൽ ജയേട്ടത്തിയമ്മയുടെ മടിയിൽ കിടന്ന് സുഖമായി ഉറങ്ങുകയാണ് കുഞ്ഞ്. സ്വർണത്തിൽ വാർത്തെടുത്ത ഒരു പാവയുടെ ഭംഗിയുണ്ടതിന്. ഉറക്കത്തിൽ ഇടയ്ക്കിടെ അതിച്ചിരിക്കുന്നത് കമല കൗതുകത്തോടെ നോക്കിയിരുന്നു. തനിക്ക് എന്നാണ് ഇങ്ങനെ ഒരു കുഞ്ഞിനെ കിട്ടുകയെന്ന് അവൾ ആദ്യമായി വിഷമത്തോടെ ഓർത്തു. അവൾ ചോദിച്ചു. മോനിടാൻ പോകുന്ന പേര് നിശ്ചയിച്ചോ? അന്നപ്രാശനം നടത്താൻ ഇനിയുമുണ്ടല്ലോ മാസങ്ങൾ. അതിനകം ഒരു പേര് കണ്ടുപിടിക്കണം, ജയേട്ടത്തിയമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കമല ഒരു ലോഹ്യത്തിനു വേണ്ടി ചോദിച്ചു. വീട്ടിൽ വിശേഷമൊന്നുമില്ലല്ലോ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ജയേട്ടത്തിയമ്മ അല്പനേരം മിണ്ടാതിരുന്നു. പിന്നെ പറഞ്ഞു. അമ്മയ്ക്ക് നല്ല സുഖമില്ല, വിശ്രമം ആവശ്യമാണെന്ന് ഡോക്ടർ പറഞ്ഞു. അതാണ് ഞാൻ നേരത്തെ ഇങ്ങ് പോന്നത്. ഞാനും കുഞ്ഞും അവിടെയുണ്ടെങ്കിൽ അമ്മയ്ക്ക് വിശ്രമം കിട്ടില്ല. ഞങ്ങളുടെ നാട്ടിൽ വേലക്കാരെ കിട്ടാൻ വലിയ പ്രയാസമാണ്. സീമന്തിനി തളത്തിന്റെ വാതിക്കൽ നിന്ന് എത്തി നോക്കി. ജയേട്ടത്തിയമ്മ പറഞ്ഞു. ഇങ്ങോ വാ സീമന്തിനി, നീ എന്തിനാ അവിടെ നിൽക്കുന്നത്? ഇതിനു മുമ്പ് ഒരിക്കലും ഇത്ര കാര്യമായിട്ട് അവർ അവളോട് സംസാരിച്ചിട്ടില്ല. സീമന്തിനി അടുത്തു വന്നിരുന്ന് ഒരു പൂവിതളിൽ തൊടുന്ന സൂക്ഷ്മതയോടെ കുഞ്ഞിന്റെ പാദങ്ങളിലും കൈകളിലും സ്പർശിച്ചു നോക്കി. ഹായ്, റോസാപ്പൂ പോലിരിക്കുന്നു. അവൾ ചിരിച്ചു. അത് കേട്ട് ജയേട്ടത്തിയമ്മയും ചിരിച്ചു. സീമന്തിനി പറഞ്ഞു. ജയേട്ടത്തിയമ്മയ്ക്ക് കാപ്പിയാണോ പാലാണോ വേണ്ടതെന്ന് ചോദിക്കാനാ ഞാൻ വന്നത്. കാപ്പി മതി, അവർ പറഞ്ഞു. ഞാൻ ഉണ്ടാക്കിക്കൊണ്ടുവരാം. സീമന്തിനി എഴുന്നേറ്റു. അവൾ അടുക്കളയിൽ പോയെന്ന് കണ്ടപ്പോൾ ജയേട്ടത്തിയമ്മ പറഞ്ഞു. എനിക്കൊരു ഏട്ടനുണ്ട് കമലെ, വിവാഹം കഴിച്ചിട്ടില്ല ഇതുവരെ. വിവാഹമേ വേണ്ടെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ഇപ്പോൾ പക്ഷേ വിവാഹം കഴിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. സീമന്തിനിയെ ഏട്ടനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചാലോ എന്ന് ഞങ്ങൾ ആലോചിക്കുകയാണ്. എന്റെ അമ്മയെ ശുശ്രൂഷിക്കാനും ഒരാളായി. സേതുവേട്ടൻ ഇന്ന് വലിയേട്ടനോട് ഇക്കാര്യം പറയും. സീമന്തിനിയോട് അവർ അടുപ്പം കാണിച്ചതിന്റെ പിന്നിലെ രഹസ്യം ഇതാണല്ലോ എന്ന് കമല ഓർമ്മിച്ചു. ഇത് നല്ല ഉദ്ദേശത്തോടു കൂടിയുള്ള ആലോചനയായിരിക്കുമോ എന്ന് അവൾ സംശയിച്ചു. അവിടെ വേലക്കാരിയെ കിട്ടാൻ പ്രയാസമാണെന്ന് നേരത്തെ പറയുകയും ചെയ്തു. സീമന്തിനി ഇവിടെ കിടന്ന് ജോലി ചെയ്യുന്നത് അവർ കാണുന്നുണ്ടല്ലോ. വിവാഹം കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത ജ്യേഷ്ഠനെ കൊണ്ട് വിവാഹത്തിന് സമ്മതിപ്പിച്ചത് ഈ ഉദ്ദേശത്തോടെയാവാം. അതോ ചെറിയമ്മയുടെ സ്വത്ത് മുഴുവൻ മകൾക്ക് കിട്ടുമെന്ന് അറിയാവുന്നത് കൊണ്ടാണോ ഈ ആലോചനയ്ക്ക് മുതിർന്നത്? എന്തായാലും നടക്കാൻ പോകുന്നതെന്തെന്ന് വഴിയെ കാണാമല്ലോ എന്ന് കമല ഓർത്തു. ഉറക്കമണർന്ന കുഞ്ഞിനെ നോക്കി കമല ചോദിച്ചു. കുഞ്ഞിനെ ഞാനൊന്ന് എടുത്തോട്ടെ ജയേട്ടത്തി? എടുത്തോളൂ. കമല സ്നേഹത്തോടെ അതിനെ എടുത്ത് സ്വന്തം കാലിൽ കിടത്തി താലോലിക്കാൻ തുടങ്ങി. അധ്യായം 20.
വീട്ടിനുള്ളിൽ ഒരു ശീതസമരം തുടങ്ങിയിരിക്കുന്നു. അതിന്റെ പ്രത്യാഘാതങ്ങൾ ഓരോരുത്തരുടെയും മുഖത്ത് പ്രതിഫലിക്കുന്നുണ്ട്. എന്നാണെന്നറിയില്ല ഇതൊരു മഹായുദ്ധത്തിൽ ചെന്ന് കലാശിക്കുന്നത്. അതിന്റെ നിമിത്തങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഒരു കാഴ്ചക്കാരിയുടേതായ അസ്വാസ്ഥ്യം കമലയുടെ മനസ്സിനെ പീഡിപ്പിക്കുന്നു. സീമന്തിനിയുടെ ഭാവി ഒരു ചോദ്യചിഹ്നമായി ഈ ശീതസമരത്തിനുള്ളിൽ മരവിച്ചു നിൽക്കുകയാണ്. വാസ്തവത്തിൽ സീമന്തിനിയല്ല, സീമന്തിനിക്ക് കിട്ടാൻ പോകുന്ന വമ്പിച്ച സ്വത്താണ് ഈ യുദ്ധത്തിന് കാരണമാകാൻ പോകുന്നതെന്നുള്ളതാണ് സത്യം. വേറെ ഏതെങ്കിലും വിവാഹാലോചന സ്വീകരിക്കുന്നതിനു മുമ്പ് സ്വന്തം സഹോദരനുമായുള്ള വിവാഹം ഉറപ്പിക്കുന്നതിനു വേണ്ടിയാണ് ജയേട്ടത്തിയമ്മ പ്രസവം കഴിഞ്ഞ് 90 പോലും തികയുന്നതിനു മുമ്പ് ധൃതി പിടിച്ച് ഇങ്ങെത്തിയത്. സ്വത്ത് കൈക്കലാക്കുന്നതിനു വേണ്ടി സേതുവേട്ടൻ പ്രയോഗിച്ച ഒരു സൂത്രമാണിതെന്ന് ഭർത്താവ് ഇന്നലെ ഉറക്കറയിൽ വെച്ച് കമലയോട് പറഞ്ഞു. ഭാര്യ വീട്ടുകാരുമായുള്ള ഏതോ ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ഈ വിവാഹാലോചനയെന്ന് അയാൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ആ വിശ്വാസം തെറ്റാവാൻ വഴിയില്ലെന്ന് കമലയ്ക്കും തോന്നി. ജയേട്ടത്തിയമ്മ സീമന്തിനിയോട് എങ്ങനെയാണ് പെരുമാറിയിരുന്നതെന്ന് തനിക്ക് നല്ലതുപോലെ അറിയാം. ഭ്രാന്തി ചെറിയമ്മയെയും മകളെയും അവർക്കെന്നും പുച്ഛമായിരുന്നു. ഇപ്പോൾ പെട്ടെന്നൊരു സ്നേഹം പൊട്ടിമുളച്ചതിന്റെ പിന്നിൽ എന്തെങ്കിലും ഉദ്ദേശം കാണാതിരിക്കുമോ? ഇന്നലെ രാത്രി ഉറക്കറയിലേക്ക് പോകുന്നതിനു മുമ്പ് സേതുവേട്ടൻ ഈ വിവാഹാലോചന വലിയേട്ടനെ ധരിപ്പിച്ചു. ജയേട്ടത്തിയമ്മയും കമലയും തളത്തിലുണ്ടായിരുന്നു. സേതുവേട്ടൻ പറഞ്ഞു, ഈ വിവാഹം നടത്തിയാൽ കൊള്ളാമെന്ന് തോന്നുന്നു. നമുക്ക് പറ്റിയ ആലോചനയുമാണല്ലോ. ജയയുടെ വീട്ടുകാരെ നമുക്ക് നല്ലതുപോലെ അറിയുകയും ചെയ്യാം. പെണ്ണിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. സീമന്തിനിയുടെ ഭാവി ഭദ്രമാക്കുന്നതിൽ ശുഷ്കാന്തിയുള്ള ഒരു ഏട്ടനെ പോലെയാണ് അയാൾ സംസാരിച്ചത്. വലിയേട്ടന്റെ മുഖം ജനാലയിലൂടെ കമലയ്ക്ക് കാണാമായിരുന്നു. ആ മുഖത്ത് പ്രത്യേക ഭാവത്തിലുള്ള ഒരു പുഞ്ചിരി പരന്നു. ശ്വേതേട്ടന്റെ മനസ്സിനുള്ളിൽ ഇറങ്ങിച്ചെന്ന് അവളുടെ